പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിക്ക് സമീപത്തുള്ള റോഡാണ്. പുതുപ്പള്ളി പള്ളിയുടെ അവിടെ നിന്ന് പുതുപ്പള്ളി കവലയിലേക്ക് വരുന്ന ഭാഗത്ത് വാട്ടർ അതോറിറ്റി കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിപാടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ ആരുടെയെങ്കിലും ഈ വണ്ടി അപകടത്തിൽപ്പെടുകയല്ലേ, നിങ്ങളൊന്ന് നോക്കിയേ. പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ നിന്ന് പുതുപ്പള്ളി കവലയിലേക്ക് വരുന്നിടത്താണ് റോഡിലൊരു വലിയ കുഴി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന്റെ പണി മൂലമാണ് ഇവിടെ ഈ വലിയൊരു കുഴി ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അവര് പൈപ്പ് നന്നാക്കിയതിന് പകരം അവിടെ ചുമ്മാ മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. BMBC നിലവാരത്തിൽ പണിത റോഡാണ് ഈ പരുവത്തിലാക്കിയിട്ടിരിക്കുന്നത്. മിക്ക സ്ഥലത്തും വാട്ടർ അതോറിറ്റി ഇത് തന്നെയാണ് പണി. കാരണം അവരവരുടെ പണി തീർത്തിട്ട് പോവുകയല്ലാതെ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന പരിപാടി അവർക്കില്ല. ഇതുമൂലം ഇവിടെ ഇത് കണ്ട 2 വീലർ യാത്രക്കാരൊക്കെ അതിൻ്റെ അകത്ത് ചാടി അവിടെ മറിയുകയാണ് ചെയ്യത്തുള്ളൂ. അപ്പം 2 ദിവസമായിട്ട് ആ കുഴി വലുതായിട്ട് അങ്ങ് ആയിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അധികാരികൾ എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെ ഒന്നാമത് ഈ റോഡിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുഴി ചാടാതിരിക്കാൻ വേണ്ടി വലതുവശത്തേക്ക് വെട്ടിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, വാഹനങ്ങളെല്ലാം ചാടി മറിഞ്ഞാണ് പോകുന്നുണ്ടോ, ഓട്ടോ കയറി വരുന്നത് ആ കുഴി ചാടാതിരിക്കാൻ വേണ്ടി ഉണ്ടോ കഷ്ടിച്ച വണ്ടിയുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ വലിയ അപകടത്തിന് വഴി തെളിക്കും. അതുപോലെ പുതുപ്പള്ളി കവല തൊട്ട് പുതുപ്പള്ളി പള്ളിയുടെ വാതിൽ വരെ ഇതുപോലെ ചെറിയ ചെറിയ പൈപ്പ് പൊട്ടി കുഴിയെടുത്ത് പോയിരിക്കുന്നതൊക്കെ ഒരുപാട് അവിടെ ഇപ്പോഴും അതേപടിയൊക്കെ തന്നെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, പാറാട്ട് ആശുപത്രിയുടെ മുൻവശത്ത് ഇതുപോലെ കിടന്നിട്ട് എത്ര നാൾ അവിടെ കിടന്നിട്ടാണ്. ഈ അടുത്ത കാലത്താണ് കുറച്ച് ടാർ കൊണ്ട് ഇട്ടത്. ഉണ്ടോ, വാഹനങ്ങളെല്ലാം ഇവിടെ ചാടി മറിഞ്ഞാണ് പോകുന്നത്. നല്ല സ്പീഡ്, നല്ല വഴി നല്ലതുകൊണ്ട് നല്ല സ്പീഡിൽ വരുമ്പോഴായിരിക്കും ഈ കുഴി കാണുന്നത്. അന്നേരത്തിന് പെട്ടെന്ന് വെട്ടിക്കുമ്പോഴാണ് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത്. അപ്പം PWDയുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു അപകടം നിങ്ങൾക്ക് കാണേണ്ടി വരും. ഞാൻ പുതുപ്പള്ളിപ്പള്ളി വരെ പോയിട്ട് മടങ്ങി വന്നപ്പോഴത്തേനാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിയിൽ കാലം ചെയ്ത കളപ്പുരയ്ക്കൽ ജോസഫ് പറമ്പാച്ചൻ്റെ കല്ലറ നല്ല മനോഹരമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാനവിടെ പോയത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.